ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇതെൻ്റെ ഒരു കുഞ്ഞി മിനി വ്ളോഗാണ്. എൻ്റെ ചെറിയ വീട്ടിലെ ചെറിയ മിനി വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇന്ന് വന്നിട്ട് ചെറിയ ക്ലീനിങ് ആണ്. ക്ലീനിങ് പറഞ്ഞാൽ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒതുക്കുക, ഒന്ന് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സെറ്റാക്കുക, ടേബിളൊക്കെ ഒന്ന് തുടച്ചിടുക, അങ്ങനെ അല്ലറ ചില്ലറ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചു. അത് ബിസ്ക്കറ്റൊക്കെ പിടിച്ചിട്ടിട്ട് ഫുള്ള് ഉറുമ്പായിരുന്നു. അപ്പോൾ ഫുള്ളും അതൊക്കെ തട്ടി തുടച്ചു, ടേബിളൊക്കെ ക്ലീനാക്കി വെച്ചു. പിന്നെ പാത്രം കഴുകാൻ മേലെ പൈപ്പും വെള്ളവും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് താഴെയാണ് കഴുകാനുള്ള സൗകര്യം. അപ്പോൾ നമ്മളൊരു വട്ടയിൽ എല്ലാ പാത്രങ്ങളും ഇട്ട് വെച്ചിട്ട് നമ്മളങ്ങനെ കഴുകലാണ് പതിവ്. കഴുകിയിട്ട് മേലെ കൊണ്ടുവരും. കൊണ്ടുവന്ന ശേഷം എല്ലാം അടുക്കി പെറുക്കി വെക്കുകയാണ്. കാരണം എന്താണ്, അത് അങ്ങനെ വെച്ചാൽ അതൊക്കെ ഫുള്ളും ഇട്ടിട്ട് ഫുള്ളും അതിനെ അൽക്കുലത്താക്കി വിടും പാത്രങ്ങളൊക്കെ. പിന്നെ മൺകുടുക്കയിലാണ് വെള്ളം കുടിക്കുക. അപ്പോൾ ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ മൺകുടുക്കയിലൊക്കെ വെള്ളം ഒഴിച്ച് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ അടുക്കളൻ്റെ ആ സൈഡൊക്കെ ഫുള്ളും ഞാൻ ക്ലീനാക്കി സെറ്റാക്കി വെച്ചു. പിന്നെ ബെഡ് നോക്കിയപ്പോൾ അതിനെല്ലാം വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ച് വേഗം ഉണങ്ങിയ തുണികളും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഉണങ്ങിയതും ഒക്കെ മാറ്റി ഒക്കെ സെറ്റാക്കി വെച്ച ശേഷം ബെഡൊക്കെ ഒന്ന് എടുത്ത് തലക്കാണി കവറും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാൻ വിചാരിച്ച്. 2 ദിവസമായി ബെഡ്ഷീറ്റ് വിരിച്ചിട്ട്. അപ്പോൾ പിന്നെ അത് മാറ്റിയെടുക്കാൻ വിചാരിച്ച്. നമുക്ക് നിലം തേക്കാത്തത് കൊണ്ട് തന്നെ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കൂടുമ്പോൾ ഡെയിലി ഒക്കെ നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റേണ്ടി വരും. കാരണം ഫുള്ളും മണ്ണും പൊടിയായിരിക്കുക. കുട്ടിയൊക്കെ കിടക്കുന്നതുകൊണ്ട് അലർജിൻ്റെ പ്രശ്നം വരണ്ട പറഞ്ഞിട്ട് മാക്സിമം ഒന്നരാടം അല്ലെങ്കിൽ ഡെയിലിയെങ്കിലും മാറ്റാറുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കിയ ശേഷം കുറച്ച് ചാക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് കൊണ്ടുവന്നത് സാധനമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി മടക്കി വെച്ച് പിന്നെ വേഗം അടിച്ചു വരാൻ വിചാരിച്ച്. കുറേ കുഞ്ഞു 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 ഉറുമ്പുകൾ. അപ്പോൾ വേഗം അടിച്ചു വരിക്കഴിഞ്ഞ് വെച്ചാൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ തുടക്കാൻ വിചാരിച്ചു. തുടക്കാൻ ഇവിടെ നമ്മൾ സാധാ വെള്ളം മുക്കി തുടക്കണ പോലെ തുടക്കാൻ പറ്റില്ല. കാരണം നിലം തേച്ചിട്ടില്ലല്ലോ, ശരിക്കും തരിതരിതരിന്നുള്ള കല്ലുകളാണ്. അപ്പോൾ നമ്മൾ എന്ത് കാട്ടി, വെള്ളം അവിടെ ഒഴിച്ച് വിട്ടിട്ടാണ് നമ്മൾ തുടച്ച് വിടുക. അല്ലാണ്ട് തുടച്ച് വെച്ച് എങ്ങനെയും വൃത്തിയാവില്ല. അപ്പോൾ വെള്ളം ഒഴിച്ച് വിട്ടിട്ട് ഫുള്ളും അങ്ങോട്ട് തുടച്ച് വിടുമായിരുന്നു. ഇടയിൽ കൂടെ ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഫുള്ളും വെള്ളമൊക്കെ ഒഴിച്ച് തുടച്ച ശേഷം ഞാൻ കുറച്ച് നേരം പുറത്തു പോയി ഇരിക്കുക, കാറ്റ് കൊള്ളാൻ വിചാരിച്ച്. വൈകുന്നേരം നല്ല വൈബാണ്, നല്ല കാറ്റും ഉണ്ടാവും, നല്ല രസമാണ് പുറത്ത് നിൽക്കാൻ. ഞാൻ കുറച്ച് നേരം അങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ താഴെ കളിക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ എത്തിയിട്ട് നോക്കുകയാണ്. കുറേ പട്ടികളുടെ ശല്യമുണ്ട്. അപ്പോൾ കുട്ടികളിൽ ഇപ്പോൾ ഓരോ ഭാഗത്ത് നമ്മൾ ഓരോന്ന് കേൾക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര പേടിയാണ്, എന്താണോ എന്തോണോ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കൂടെ കുറച്ച് കാക്കകളും വന്ന് നിന്ന്. ഭയങ്കര മുൻപരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും. എൻ്റെ കൂടെ കമ്പനിക്കാട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കാക്കകളൊക്കെ. പിന്നെ ഞാൻ വെള്ളം കഴിച്ചപ്പോൾ ശരി ഒന്ന് ഉണങ്ങട്ടേ വേണ്ടി ഞാൻ പുറത്ത് പോയി നിന്നതാണ്. പിന്നെ ഞാൻ ഒന്ന് വെള്ളമൊക്കെ കുടിച്ചു സെറ്റാക്കിയിട്ട് വന്ന് പിന്നെ ഒന്ന് ഉണങ്ങണ മുമ്പ് ഇങ്ങനെ ഫുള്ളും മുമ്പൊന്ന് വീഡിയോ എടുത്തതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ വീഡിയോ എടുത്ത് വളർക്കുന്നില്ല, ആദ്യമായിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം. ഓക്കെ, ബൈ.